തൃശൂർ പൂരം പ്രതിസന്ധിക്ക് പരിഹാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ കൊച്ചി, തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വം പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. കഴിഞ്ഞ വർഷത്തെ വാടകയായ 42 ലക്ഷം രൂപ ഇത്തവണയും നിശ്ചയിച്ചാണ് തീരുമാനം. വൈകിട്ട് 7:30 യോഗം ആരംഭിച്ചത്. ഓൺലൈനായിട്ടായിരുന്നു യോഗം. ദേവസ്വം പ്രതിനിധികൾക്ക് പുറമെ മന്ത്രിമാരായ കെ രാജൻ, കെ രാധാകൃഷ്ണൻ, ആർ ബിന്ദു, പി ബാലചന്ദ്രൻ MLA, TN പ്രതാപൻ MP തുടങ്ങിയവരും പങ്കെടുത്തു. കഴിഞ്ഞ വർഷത്തെ എക്സിബിഷൻ തറവാടകയായ 42 ലക്ഷം രൂപ തന്നെ ഇത്തവണയും നിശ്ചയിച്ചാണ് മുഖ്യമന്ത്രി പ്രതിസന്ധിക്ക് വിരാമമിട്ടത്. ഈ വിവരം സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. തറവാടക സംബന്ധിച്ച മറ്റു കാര്യങ്ങൾ പൂരത്തിനു ശേഷം ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികൾ സ്വാഗതം ചെയ്തതോടെ പൂരം പ്രതിസന്ധിക്ക് വിരാമമായി. ഇതൊരു ഇന്റർനാഷണൽ ഫെസ്റ്റിവലാണ്. അതിൻ്റെ ഗൗരവത്തോടുകൂടി തന്നെ സർക്കാർ ഇതിനെ കാണുകയും ഇത് എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന്, അതായത് ദേവസ്വങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ സർക്കാരും പൊതുജനങ്ങളും എല്ലാ പാർട്ടികളും ഒരുമിച്ച് നിന്ന് ഇത് നന്നായിട്ട് നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. ജനുവരിയിൽ തന്നെ പോകുമ്പോൾ തീർച്ചയായിട്ടും 2022 39 ലക്ഷം രൂപയായിരുന്ന തറവാടക 2.20 കോടിയായി കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉയർത്തിയതോടെയാണ് തർക്കം ആരംഭിച്ചത്. എന്നാൽ കോടതി ഉത്തരവിനെ തുടർന്നാണ് വർധനവെന്ന നിലപാടാണ് കൊച്ചിൻ ദേവസ്വം തുടക്കം മുതൽ സ്വീകരിക്കുന്നത്. പൂരം പ്രതിസന്ധി വിഷയം പ്രതിപക്ഷ പാർട്ടികൾ രാഷ്ട്രീയമായി ഏറ്റെടുത്ത സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് യോഗം വിളിച്ചത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.